ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഞണ്ട് വറുത്തരച്ച് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കറി വയ്ക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുഴുവനായുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. ഇനി എങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇതൊന്ന് ചെറുതായിട്ട് തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ തേങ്ങ ഗോൾഡൻ നിറമല്ല, എന്നാലും ഒരു ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വന്ന ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി അല്ല എടുത്തിരിക്കുന്നത്, നമ്മുടെ നല്ല സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നമുക്കിതൊന്ന് ഇതിലിട്ടിരുന്ന് മൂപ്പിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് വറുത്തരച്ച ബീഫ് കറിയും വറുത്തരച്ച മീൻ കറിയും ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് നേരം വേണ്ട, ഒരു 3-4 മിനിറ്റ് നേരം കിടന്ന് മൂപ്പിച്ചാൽ മതി ഇതിൽ. പിന്നെ നമ്മൾ തേങ്ങ വറുക്കുന്ന നേരത്ത് അടി പിടിച്ച് വരാണെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയുടെ എരിവിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം.
എന്നിട്ട് കറി വയ്ക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ അതിലിരുന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടികളൊക്കെ. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 15 ഉള്ളി അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇത് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. കറിയൊന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പം കറക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങോ അതേപോലത്തെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ ഈ കറിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വറ്റിക്കഴിഞ്ഞാലും ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടയാവും. അപ്പോൾ ഒരുപാട് വെള്ളം വറ്റിയാലും ഒരു രസം ഉണ്ടാവില്ല, ഒരുപാട് വെള്ളം കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകമാണ്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ. അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.